എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മുടെ സിറിലച്ചനെ ഏകദേശം ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ ഞാനവിടെ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ലാതെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. തന്നെയല്ല, അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനതിന് 7 പോലും എത്തുകയല്ല എന്നുള്ളത്. ഇത്രയും ശക്തനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പാമ്പാടി ദേറായിൽ ഒരുപാട് പ്രാവശ്യം അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെയൊക്കെ അച്ഛൻ വന്നിട്ടുണ്ട്, എന്നെ കാണാതെയും പോയിട്ടുണ്ട്. ഇന്നലെ അവിടെ നോട്ടീസ് കൊടുത്ത അച്ഛനാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. അച്ഛൻ്റെ നോട്ടീസ് അവിടെ കൊണ്ടുവരാനും വന്നിരുന്നു ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അച്ഛനോട് വന്നിട്ടുണ്ട്. അച്ഛനോട് സംഭാഷിക്കുന്ന സമയത്തെല്ലാം വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ എന്നൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് നസ്രാണികൾ തമ്മിലൊന്ന് ഒരുമിച്ച് കൂടുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. ഒരുമിച്ച് കൂടിയാൽ പോരാ, എന്നും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. ആ ലക്ഷ്യത്തിന് വേണ്ടി അച്ഛൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ നമുക്കത് മനസ്സിലായി. അച്ഛൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. അതിനുള്ള എൻ്റെ സന്തോഷം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ ഇത്രയും വലിയ ധീരനാണെന്നുള്ള കാര്യം സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. വളരെ ഭംഗിയായി അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു വരും. എൻ്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ ബലവാന്മാരാകുമെന്ന് പറഞ്ഞതാണ് എൻ്റെ വലത്ത് നടത്തു വരുന്ന 2 പേര്. ഇവരുടെ 2 പേരോടും എനിക്ക് പരിചയമുള്ളവരാണ്. 2 പേരുടെയും പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രസംഗം അവരധികം കേട്ടിട്ടില്ല എന്നറിയാം. ഞാനങ്ങനെ അധികം പ്രസംഗിക്കുന്നതാണെന്നുമല്ല, പക്ഷെ അവരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാം. പിന്നെ എനിക്കൊരു പേടി, നമ്മുടെ സിറിലച്ചൻ പറഞ്ഞു ഇവിടെ തീപ്പൊരി പാറാൻ പോവാണെന്ന്. ഇവിടെ ഇരിക്കുന്ന പ്രതികളെല്ലാം പ്രസംഗിച്ച് ഇവിടെ ഭയങ്കര തീപ്പൊരി ഉണ്ടാകാതെ അതിനുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ ഇവിടെ വരാൻ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനൊക്കെ ഇടയായത്. എൻ്റെ 2 ദേവാലയങ്ങൾ ഈ സ്ഥലപരിമിതിയിലുണ്ട്. ഒന്ന് പൈകണ സെൻറ് തോമസ് പള്ളിയും തൊട്ടു പിന്നാലെ കുട്ടിക്കൽ സെൻറ് മേരീസ് പള്ളിയും. അവിടുത്തെ ഒരു പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ടതാണ്. അപ്പോൾ ഈ ദേശത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട്. പക്ഷെ ഈ പള്ളിയും ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നുള്ളത് ഞാനത് ഓർപ്പിച്ചോട്ടെ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നാ അലങ്കാരങ്ങളാണ് ആ വഴി മുഴുവനും. ഞാൻ വണ്ടിക്കകത്ത് ഉറങ്ങുമായിരുന്നു. ഉറക്കം കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച മുഴുവൻ ലൈറ്റ് മേളമാണ്. രാത്രി വന്നുകൊണ്ടായിരിക്കും. എന്തൊരു ഭംഗിയായിരുന്നു. ഈ ഭംഗിയെല്ലാം കണ്ടപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു പള്ളി നടന്ന സംഭവം ഞങ്ങളുടെ പ്രകാശ് സാറോട് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ മെത്രാന്മാരെ വരെ ഇപ്പോൾ ഒരുക്കി പ്രദക്ഷിണത്തിന്, പള്ളി പ്രദക്ഷിണത്തിന് നിർത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ എന്തെങ്കിലും കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം എന്ന് ഞാൻ കരുതുകയാണ്. കല്ലറങ്ങാട്ട് പിതാവിനുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഞാനും ഒരു പഴയ റോമ പൗരനാണ്. 1990 മുതൽ 95 വരെ റോമിൽ പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ഹയർ സ്റ്റഡീസ് റോമിലായിരുന്നു. ഞാൻ ആദ്യം കാണുന്ന ഡോക്ടറൽ ഡിഫൻസ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആയിരുന്നു. ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുമ്പം കല്ലറങ്ങാട്ട് പിതാവ് അവിടുത്തെ സീനിയർ സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പഠനം ഏകദേശം പൂർത്തിയായി. ഡോക്ടറേറ്റ് എല്ലാം തയ്യാറാക്കി. ആ സമയത്താണ് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് പഠനത്തിന് വേണ്ടി ചെന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചു ഡോക്ടറേറ്റിൻ്റെ ഡിഫൻസ് കാണാനായിട്ട്. അവിടെ നടക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ വൈവ കാണാനായിട്ട് വിളിച്ചു. അപ്പം പിതാവ് ഇരുന്ന് വേർക്കുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച. കാരണം ഡോക്ടറേറ്റിൻ്റെ വൈവ എന്ന് പറഞ്ഞാൽ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ പിന്നെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി പിതാവ് അവിടെ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ നാച്ചുറലി ഇരിക്കുന്ന പ്രൊഫസേഴ്സ് ആ സഭയുടെ പ്രതിനിധികളല്ലല്ലോ, മറ്റ് ലത്തീൻ അതല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളുടെ പ്രതിനിധികളായതുകൊണ്ട് അവർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ കാഴ്ചയാണ് ഞാൻ റോമിൽ ചെന്നപ്പോൾ ആദ്യമായി എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി കണ്ടത്. അതുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവിനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കാരണം
ഇങ്ങനെയാണ് ഡോക്ടർ ഡിഫൻസ് എന്ന് എന്നെ പഠിപ്പിച്ച ആളാണ്. അദ്ദേഹം അറിയാതെ എന്നെ പഠിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് കർണങ്ങാട്ട് പിതാവിനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ബിംബം പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. വലിയൊരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞങ്ങൾ വളരെ പരസ്പര സ്നേഹത്തിലുമാണ് ഇപ്പോഴും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ കൂടുതലായി നിങ്ങളോടൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട സിറിൽ തയ്യലച്ചൻ വളരെ ഭംഗിയായി നസ്രാണി സമുദായത്തിൻ്റെ നേട്ടത്തെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയുണ്ടായി. 16-ാം നൂറ്റാണ്ട് വരെ നമ്മൾ ഒന്നായിരുന്നു, ഒരു സമൂഹമായിരുന്നു, ഒരേ ആരാധന വളരെ ഭംഗിയായി ചേർന്ന് നിന്ന് നടത്തി വന്നവരാണ്. നമ്മുടെ നിർഭാഗ്യം കൊണ്ട് 16-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി വിഭജിക്കപ്പെട്ട് പല രൂപങ്ങളായി പല രീതികളിലായി നമ്മൾ വന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. കർത്താവിന് 5 മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ സഭ, നമ്മുടെ സമുദായം 16-ാം നൂറ്റാണ്ട് വരെ ആ 5 മുറിവിൽ ഒരു മുറിവ് പിന്നെ കൂട്ടിയില്ല. കൂട്ടാതെ നമ്മൾ കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നവരാണ്. കർത്താവിന് വീണ്ടും മുറിവ് കൂട്ടാതെ 16-ാം നൂറ്റാണ്ട് വരെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ 16-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മളിപ്പോൾ വന്ന് ഓരോ ദിവസവും കർത്താവിനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു വിഷയമുണ്ട്. അച്ഛന് നസ്രാണിയുടെ ശക്തിയെക്കുറിച്ച് ആദ്യം പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മുടെ ഈ കുത്തു പരിപാടി ഒന്ന് നിർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കിടപ്പുണ്ട്. ഓരോ ദിവസവും നമ്മളിങ്ങനെ കർത്താവിനെ കുത്തുകയാണ്. നമ്മുടെ സിറിലച്ചൻ പറഞ്ഞത് തിരുമേനി വളരെ ശക്തമായിട്ടൊക്കെ പറയുന്ന ആളാണ് എന്ന്. ഞാൻ ശക്തമായിട്ടൊന്നും പറയുന്നതല്ല, ചില കാര്യങ്ങളെ കാണുമ്പോൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പറഞ്ഞു പോകുമ്പോൾ അത് ഈ കർത്താവിനെ ഈ കുത്തുന്ന കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയുന്നതാണ് എന്ന് കണ്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ KCCയുടെ വലിയ സെക്രട്ടറി വലിയ ഷെവലിയാറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സങ്കടകരമായ ഒരവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കുന്നതാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിലുള്ള മുറിവിനെ വർദ്ധിപ്പിക്കുകയല്ല നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ ശരീരത്തിലേറ്റതായ മുറിവിനെ ഉണക്കിയെടുക്കുക, മുറിവ് കൂട്ടി മാറ്റുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ്. കർത്താവിൻ്റെ ശരീരത്തിലെ മുറിവിനെ നാം കൂട്ടിക്കഴിയുമ്പോൾ നസ്രാണി സമുദായം അത് ഒന്നായി മാറുന്ന ഒരു വലിയ അനുഭവമായി മാറും എന്ന് ഞാൻ കരുതുകയാണ്. നസ്രായൻ എന്ന പദമാണല്ലോ നമ്മളെ നസ്രാണി എന്ന് വിളിക്കാൻ കാരണം. ക്രിസ്തുവിനെ നസ്രായൻ എന്ന് വിളിച്ചു. നസ്രയത്തിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് അവിടെ നിന്ന് വല്ല നന്മയും വരുമോ എന്നാണ്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വേദഭാവവും കോണ്ടക്സ്റ്റും ഒക്കെ അവിടെ ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നസ്രയത്തിൽ നിന്ന് നന്മ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മാത്രമേ നന്മ വന്നുള്ളൂ എന്നുള്ളതാണ് കർത്താവിനോട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിയോഗം ഒരു സമുദായം എന്ന നിലയ്ക്ക് ആ നന്മയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണ്. 2% 1% ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിന്റെ സുറിയാനി ക്രിസ്ത്യാനികളെ എടുത്തു കഴിഞ്ഞാൽ കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കൂടിയെന്ന്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പിന്നെ സർക്കാരുകൾ ഫാമിലി പ്ലാനിങ് നിശ്ചയിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ഫാമിലി പ്ലാനിങ് നിശ്ചയിച്ചു തരും. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ചില പിതാക്കന്മാരൊക്കെ നിങ്ങൾ 5-6 ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് മാമോദിസ തരാമെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും കാര്യമായി അതങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കാണുന്ന കാഴ്ച ഇപ്പോഴേ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, ഒരു വീട്ടിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ 2ഉം വാട്ട് ഈസ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഐ ആം പ്ലാനിങ് ടു ഗോ ടു കാനഡ, ടു ഓസ്ട്രേലിയ, ടു ന്യൂസിലൻഡ്, ടു യൂറോപ്പ്, ടു UK. ഇങ്ങനെയുള്ള കഥകളാണ് കൂടുതൽ കേൾക്കുന്നത്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാമല്ല. ഞാൻ ഇവിടെ ഒന്ന് പഠിപ്പിച്ചിരുന്നത് ഞങ്ങളും ഇനി അങ്ങനെ പ്ലാൻ ചെയ്യാൻ നിങ്ങൾ കരുതരുത്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ
ഒരു നല്ല പങ്കും കേരളത്തിന് പുറത്തു പോവുകയാണ്. കേരളത്തിന് പുറത്തു പോയാലും കുഴപ്പമില്ല, ഇന്ത്യക്ക് പുറത്തു പോകണം. ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള കുഴപ്പം അവരെവിടെ ചെല്ലുന്നോ അവിടെ ഇപ്പോൾ നമ്മുടെ അതേ പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ദേവാലയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആരാധന നടത്തുന്നുണ്ട്, ഇതിന് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത തലമുറ എങ്ങനെയാകും എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ പഴയ ആളുകളുടെ മക്കൾ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പണ്ട് പോയ പലരുടെയും മക്കൾ എവിടെ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇപ്പോൾ പോകുന്നവർ സഭാമക്കളായി സമുദായത്തിന്റെ അതേ ചിന്തകൾ പേരിക്കൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും ആഫ്റ്റർ സം ടൈംസ് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കാര്യത്തിൽ എന്താണ് ഒരു ധാരണ വരുത്താൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നു എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാമ്പത്തികമായി നസ്രാണികൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാമെങ്കിലും സത്താപരമായും സ്വത്വബോധത്തിലും കാര്യത്തിലുമൊക്കെ നമ്മളിങ്ങനെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമ്മൾ അറിയാതെ നമ്മുടെ കാലിന്റെ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഈ കർത്താവിന്റെ ശരീരത്തിലുള്ള മുറിവ് കൂട്ടുന്ന പരിപാടി, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് ദേശങ്ങളിലേക്ക് പോയി അവരവിടെ ഇപ്പോൾ വളരെ ഭംഗിയായി ജീവിക്കുന്നുവെങ്കിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അവർ നമ്മുടെ അതേ സത്താപരമായ ചിന്തകൾ പേറി മുന്നോട്ട് പോകാൻ ഇടയാകുന്ന ഒരു ക്രമമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും വളരെ ആവശ്യമാണ്. കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുമിക്കാനൊന്നും കാര്യമായ നേരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഒരുമിക്കാൻ കാര്യമായ നേരമില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് നമുക്കിങ്ങനെ ടാക്കിൾ ചെയ്യാനാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാതിരാത്രി 12 മണി വരെ ചില സമയങ്ങളിൽ ചിലപ്പോൾ അതിനപ്പുറത്തേക്കും പോകും. സമയം ഉറങ്ങാൻ പോകുന്ന സമയം, ആ സമയം വരെ നമ്മുടെ ചിന്തകൾ ഹൗ ക്യാൻ ഐ സോൾവ്, ഹൗ ക്യാൻ ഐ ടാക്കിൾ ദ സിറ്റുവേഷൻ, ദ ടെറിബിൾ സിറ്റുവേഷൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഓൺ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഇങ്ങനെ എങ്ങനെ പരിഹരിക്കും എന്ന് നോക്കുമ്പോൾ പിന്നെ മറ്റുള്ള ഒരു സമൂഹമായിട്ട് കൂടിച്ചേർന്ന് കാര്യങ്ങൾ പോകാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ കിടക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ യാക്കോബായ സഭയുമായി ഉള്ള തർക്കം എനിക്ക് തോന്നുന്നു ഏകദേശം 100 വർഷക്കാലം ആയി. അതിപ്പോഴും സോൾവ് ചെയ്യാനൊക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വ്യവഹാരങ്ങളിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും പോവുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് സീറോ മലബാർ സഭയിൽ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന വിഷയം ഇങ്ങനെ തർക്കമായി. ഞങ്ങളിപ്പോൾ ഏകദേശം വിജയിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഓർത്തഡോക്സുകാർ വിജയിച്ചിരിക്കുകയാണ്. കാരണം ഓർത്തഡോക്സ് സഭയുടെ ഇടയിലെ കലഹമുണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ കഥ മാറി സീറോ മലബാർ സഭ ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ്. കൈലച്ഛന് ചിരിക്കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം. നമ്മൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഏത് സഭയിൽ ഒരു കലഹമുണ്ടായാലും, ഏത് സഭയിൽ ഒരു അനൈക്യം സൃഷ്ടിച്ചാലും അത് ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സഭയുടെ കാര്യം, എന്നെ ഇവിടുത്തെ സഭയുടെ കാര്യം പറഞ്ഞോളൂ. ബാക്കിയുള്ള സഭയുടെ കാര്യമൊക്കെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവരവർക്ക് അവരവരുടെ കാര്യം തന്നെ പരിഹരിക്കാനായിട്ട് നേരമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ തയ്യലച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മള് അടുത്ത തലമുറയെങ്കിലും, ഞങ്ങൾക്കോ സാധ്യമായില്ല, അടുത്ത തലമുറയെങ്കിലും നല്ല രാഷ്ട്രീയ നേതാക്കൾ വളർന്നു വരുന്നവരോട് മുമ്പ് വന്നിരിപ്പുണ്ട്. നല്ല കത്തോലിക്കനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത തലമുറയെങ്കിലും നല്ല രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ ഒരുമിച്ച് നിർത്തി ഒന്നായി പോകുവാനുള്ള സംവിധാനങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്ക് കേരള ഗവൺമെന്റിനോട് ഒന്നും ചോദിക്കാനൊക്കെയാണ്. അങ്ങനെ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംവരണമായാലും ഏത് കാര്യമായാലും നമുക്ക് ചോദിക്കാനൊക്കെ അല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് ഇന്നത് ചോദിക്കണമെന്ന് പറയാനുള്ള ശക്തി നമുക്ക് ഇല്ല. നമുക്ക് ശക്തിയുണ്ട്, പക്ഷേ നമ്മുടെ ശക്തിയെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഇല്ല
ഇല്ലാതെ പോകുന്നു. അതാണ് നസ്രാണിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നസ്രാണി അവന്റെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഇതിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശക്തിയില്ല എന്നൊരു തോന്നലാണ് മറ്റുള്ളവർക്കുള്ളത്. നമുക്ക് ശക്തിയൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇവിടെയുള്ള നസ്രാണി സമൂഹത്തിൽപ്പെട്ട വൈദികർ ഒരുമിച്ച് നിന്നാൽ തന്നെ ജനത്തെ മാറ്റി നിർത്താം. വൈദിക സമൂഹം ഒരുമിച്ച് നിന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന യാഥാർത്ഥ്യം ചെയ്യണം. അൽമായ സമൂഹത്തെ മാറ്റി നിർത്താം. അൽമായ സമൂഹത്തെ മാറ്റി നിർത്തുന്നത് വേറെ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. വൈദിക സമൂഹം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, നമ്മുടെ അവകാശം നേടിയെടുക്കാൻ. നമുക്ക് ഔദാര്യങ്ങളല്ല വേണ്ടത്. ക്രിസ്ത്യാനികൾ അങ്ങനെ ഔദാര്യം പറ്റാൻ ആഗ്രഹിക്കുന്നവരല്ല. ക്രിസ്ത്യാനികൾ അവകാശം കിട്ടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. ഈ ഔദാര്യം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ചോദിക്കുന്നത് പഴയ കാലത്തൊക്കെ മന്ത്രിമാരോടും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോടൊക്കെ നമ്മളിതിന് കാര്യങ്ങൾ അവര് ഇങ്ങോട്ട് വന്ന് നമ്മൾ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ശക്തി നമ്മൾ തന്നെ നശിപ്പിച്ചു എന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കാലേ വീണാലും അവരനങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ ആയിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ലേ? അങ്ങനല്ലേ? ഞാൻ തമിഴ്നാട്ടിൽ ജീവിച്ച ഒരാളാണ്. തമിഴ്നാട്ടിൽ ഒരു മരിച്ചുപോയ ഒരു മുഖ്യമന്ത്രിയുടെ കഥ ഞാൻ പറയുന്നത്. മരിച്ചുപോയ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഞാൻ ഒരിക്കലും പോയി. അത് വേറൊന്നുമല്ല പോയത്, എന്നെ വിളിച്ചു പോയതാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാ സഭകളിലെയും ബിഷപ്സ് അവിടെയുണ്ട്, എല്ലാവരും. ഞങ്ങളവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ കാലിൽ വീഴുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇറങ്ങി വന്നവരുടെ കാലിൽ വീഴുകയാണ്. കർത്താവിന്റെ കാലിൽ പോലും നമ്മളാരും വീണിട്ടില്ല. കാലേ വീണ് പിന്നെ മുട്ടയിലടിഞ്ഞിങ്ങനെ പോകുന്ന കാഴ്ചയാണ്. കേരളത്തിൽ ഇപ്പൊ ഏകദേശം അതേ അവസ്ഥ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏകദേശം കേരളത്തിൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ വണ്ടി പോകുന്നത്. കാലൊന്നും വീഴുന്നില്ലെങ്കിലും കാലെ വീഴുന്ന പരുവത്തിലേക്ക് കേരളത്തിൽ ജനം എത്തിയിരിക്കുന്നു എന്നത് വല്ലാത്ത സങ്കടകരമായ ഒരവസ്ഥയാണ്. അത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒട്ടും സാധിക്കണമെന്നില്ല നേരെ പോകാനായിട്ട്. കാരണം നമുക്ക് നമ്മുടെ ശക്തിയെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. ശക്തി നമുക്കുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു മുമ്പേ, വൈദികർ മാത്രം വിചാരിച്ചാൽ മതി ശക്തി തെളിയിക്കാനായിട്ട് പറ്റും. ഓർത്തഡോക്സ് സഭയിലായാലും യാക്കോബായ സഭയിലായാലും സീറോ മലബാർ സഭയിലായാലും സീറോ മലങ്കര സഭയിലായാലും CSI സഭയിലായാലും മാർത്തോമ സഭയിലായാലും തൊഴിയൂർ സഭയിലായാലും കൽതായ സഭയിലായാലും വൈദികർ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ കേരളത്തിന്റെ അവസ്ഥ മാറും. കാരണം ക്രിസ്ത്യാനിയുടെ നമ്പർ കുറവാണ് എന്ന് നാം പറഞ്ഞാലും ആര് പറഞ്ഞാലും ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം പോലെ ഒരു സാന്നിധ്യം ഇന്ത്യയിൽ ഇല്ല. ഉറപ്പാണ്. കേരളത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം പോലെ. ഞാനിത് പറഞ്ഞാൽ ഇത് ഓൺലൈനിൽ പോകുന്നതാണെന്ന് തോന്നുന്നു സാധനം. ഇതുകൊണ്ട് മിക്കവാറും നാളെ എന്റെ തല പോവും. മാത്രമല്ല, സാന്നിധ്യം കൂടി ഇല്ലാതാക്കണം. ക്രിസ്ത്യാനികളുടെ ശക്തി ഉണ്ട്, ബോധ്യം വരണം എന്ന് പറഞ്ഞതും ഒക്കെ പ്രശ്നമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വെട്ടിക്കളയാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പൊ ഞാൻ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആതുരാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, എന്തെല്ലാം സ്ഥാപനങ്ങൾ ഇന്ത്യ മുഴുവൻ എവിടെ ചെന്നാലും ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് സാക്ഷ്യത്തോടുകൂടി മറ്റ് മതങ്ങളിലും സമുദായങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇന്ത്യക്ക് ഒരു നിറം, ശരിയായ നിറം നൽകിയ ഒരു സമുദായമാണ് നസ്രാണി സമുദായം. സംശയമൊന്നുമില്ല. ഉണ്ടോ? ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു കളർ നൽകിയ ഒരു സമുദായമാണ്. പക്ഷെ ആ കളർ നൽകിയ സമുദായം തന്നെ ഈ അകത്തെ ചിത്രം കൊണ്ട് ഇപ്പോൾ ആ കളർ നൽകാനൊക്കാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് നാം ആദ്യം നമ്മുടെ സ്വത്വബോധത്തെ വീണ്ടെടുക്കുകയും സത്താപരമായി ഒരുമിച്ച് പോകുവാനായിട്ട് ഇടയാവുകയും ചെയ്യണം. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ വിശ്വാസപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നസ്രാണികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ തമ്മിൽ വിശ്വാസപരമായ കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അച്ഛൻ്റെ വേഷത്തിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി വ്യത്യാസം. ഈ അച്ഛന് മേളിൽ നിന്ന് കീഴ് വരെയുള്ള ബട്ടനാണ് ഇട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ അകത്തിട്ടിരിക്കുന്നതിനകത്ത് ബട്ടനേ ഇല്ല, പുറത്തിട്ടിരിക്കുന്നത് ഒരു ബട്ടനിലൂടെ ഉള്ളതാണ്.
അങ്ങനെ ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ആകപ്പാടെ കാണുന്ന ചില കാഴ്ചകൾ. വിളിക്കുന്നത് കർത്താവിനെയാണ്, ത്രിയേക ദൈവത്തെയാണ്. വിശുദ്ധരുടെ സംസർഗം വളരെ ഭംഗിയായി കൊണ്ടാടുന്നുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സഭകളും സമുദായങ്ങളുമാണ് നമ്മുടേത്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഐക്യം നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എക്യൂബനിസം ശക്തമാണെങ്കിലും ബഹുമാനപ്പെട്ട അയ്യലച്ചൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ളതാണ്. ഓർത്തഡോക്സ് കത്തോലിക്ക ഡയലോഗിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ടുണ്ട്. പരസ്പര സന്ദർശനങ്ങൾ, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള ഡോക്യുമെന്റ്സ് പ്രസിദ്ധീകരിക്കുന്നത്, KCC വഴി, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറമായി സമൂഹത്തിന് മുമ്പാകെ ഒരു കോമൺ വിറ്റ്നസ്, ഒരു പൊതുസാക്ഷ്യം പകർന്നു നൽകുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതുകൊണ്ട് ഇതുപോലുള്ളതായ ഗെറ്റുകളുകൾ, കൂട്ടായ്മകൾ കൂടുതൽ ഉണ്ടാകുക, കൂട്ടായ്മയിലൂടെ നമ്മുടെ സ്വന്തബോധം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാവുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ സെബാസ്റ്റ്യൻ, വിശുദ്ധനായ സെബാസ്റ്റ്യന്റെ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന, അന്തോണിയോസിന്റെ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദേവാലയത്തിൽ ഇങ്ങനെയൊരു നസ്രാണി സമുദായ സംഗമം സംഘടിപ്പിച്ചതിൽ ഇടവക വികാരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനുമായ അച്ഛനോടും ഇവിടുത്തെ ചുമതലക്കാരെല്ലാവരുള്ളതായ വാത്സല്യം അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. സർവേശ്വരൻ ധാരാളമായി നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.